നമസ്കാരം. ശ്രീകല ദിനേശ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ഞാനിന്ന് പറയാൻ പോകുന്നത് ദേവാസുര യുദ്ധത്തെക്കുറിച്ചും വൃത്രനെ സൈന്യം ഉപേക്ഷിച്ചതിനെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. ഭഗവാൻ കൽപ്പിച്ച പ്രകാരം ദേവന്മാർ ദധീചി മഹർഷിയോട് ശരീരത്തെ യാചിച്ചു. ഭഗവത് ആജ്ഞയാലാണ് അവർ യാചിക്കുന്നതെന്ന് ആ മഹാത്മാവ് ജ്ഞാനദൃഷ്ടി കൊണ്ടറിഞ്ഞിരുന്നു. ശരീരാഭിമാനം നശിച്ച തനിക്ക് ശരീരം ഉപേക്ഷിക്കാൻ ശേഷം മടിയില്ല. എങ്കിലും ഒരു വിനോദത്തിനായി പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? പ്രാണികൾക്ക് ശരീരസ്നേഹം എത്രയെന്നും മരണദുഃഖം എത്ര കഠിനമാണെന്നും നിങ്ങൾക്കറിയുന്നില്ലേ? അതിനാൽ നിങ്ങളല്ല, സാക്ഷാൽ വിഷ്ണു തന്നെ ചോദിച്ചാലും ആരെങ്കിലും മനസ്സോടെ ശരീരദാനം ചെയ്യുമോ? പറയൂ. ദേവന്മാർ പറഞ്ഞു, ബ്രഹ്മൻ, അവിടുത്തെ പോലെ ത്യാഗബുദ്ധിയും ജീവകാരുണ്യവുമുള്ള മഹാത്മാക്കൾക്ക് എന്താണ് ഉപേക്ഷിക്കാൻ കഴിയാത്തത്? ഞങ്ങളോ സ്വാർത്ഥപരന്മാർ, അന്യരുടെ സങ്കടമറിയാത്തവർ. അതുകൊണ്ടാണ് മടി കൂടാതെ യാചിച്ചത്. കൃപാലുവായ അവിടുന്ന് തരാതിരിക്കില്ലെന്ന് ബോധ്യമുണ്ട്. മഹർഷി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നിങ്ങൾ എന്ത് സമാധാനം പറയുമെന്നറിയാൻ കൗതുകം തോന്നി. ചോദിച്ചു എന്നേ ഉള്ളൂ. ഈ ശരീരം എന്നെങ്കിലും എന്നെ വിട്ടുപോകും. അതിനാൽ എനിക്ക് അതിനോട് വലിയ മമതയുമില്ല. ഇത് തന്നെ വിട്ടുപോകുന്നതിന് മുമ്പ് ഞാൻ തന്നെ ഇതിനെ ഉപേക്ഷിച്ചുകൊള്ളാം. നശിക്കുന്ന ശരീരത്തെ കൊണ്ട് പരോപകാരം ചെയ്യാത്തവൻ സ്ഥാവരങ്ങളെക്കാൾ നീചനാണ്. മരണാനന്തരം ഈ ദേഹത്തെ തിന്നാൻ ശ്വാക്കളും കഴുകുകളും കാത്തിരിക്കുകയാണ്. അതിനാൽ ഇത് എന്നും അന്യന്റെ ആണ്. ഇപ്പോൾ തന്നെ ഒഴിഞ്ഞു കളയാം. ഇപ്രകാരം പറഞ്ഞിട്ട് ഉദാരനായ മഹർഷി യോഗശക്തിയിൽ ശരീരം ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണ സായുജ്യം പ്രാപിച്ചു. ആ പാവന ശരീരത്തിലെ അസ്ഥികളെ കൊണ്ട് വിശ്വകർമാവ് വജ്രായുധം നിർമ്മിച്ചു കൊടുത്തു. ഇന്ദ്രൻ അതിനെ സ്വീകരിച്ചതോടുകൂടി ഭഗവാന്റെ തേജസ്സും ഇന്ദ്രനിൽ പ്രവേശിച്ചു, സുശക്തമാക്കി തീർത്തു. പിന്നീട് നർമ്മദ നദീതീരത്ത് വെച്ച് ഘോരമായ ദേവാസുര യുദ്ധം നടന്നു. വൃത്തന്റെ സഹചാരന്മാർ തോറ്റോടി തുടങ്ങി. അത് കണ്ട് ആക്ഷോഭ്യനും ധീരനുമായ വൃത്തൻ അവരെ തടഞ്ഞു നിർത്തി പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾപ്പിൻ. ലോകത്തിൽ ജനിച്ചവർക്കെല്ലാവർക്കും മരണമുണ്ട്, നിശ്ചയം. അതിന് പ്രതിവിധി ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. രണ്ടു വിധത്തിലുള്ള ശരീരനാശം ശ്രേഷ്ഠമാണെന്ന് പറയപ്പെടുന്നു. ഒന്ന്, ബ്രഹ്മധ്യാനം ചെയ്ത് ആത്മസാക്ഷാത്കാരം പ്രാപിച്ച ശരീരം ത്യജിക്കുന്നത്. മറ്റൊന്ന്, പോർക്കളത്തിൽ ശത്രുക്കളോട് പൊരുതി വീര്യസ്വർഗം പ്രാപിക്കുന്നത്. അതിന് കിട്ടിയ സുവർണാവസരം നഷ്ടപ്പെടുത്താമോ? ആലോചിച്ചു നോക്കുവിൻ. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.